CPM-ൽ ഇപ്പോൾ അടിയുടെ പൂരമാണ്. എന്തുകൊണ്ടാണ് CPM ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത്? അത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അതിൽ രണ്ടുപേരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒന്ന് പിണറായി വിജയന്റെയും രണ്ട് ഗോവിന്ദൻ മാഷിന്റെയും. അതായത് ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ഗോവിന്ദൻ മാഷിന് പോലും അറിഞ്ഞൂടാ. അത് മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ജനങ്ങളോ അല്ല കുറ്റം പറഞ്ഞത്. CPM-ലെ തന്നെ നേതാക്കന്മാർ, പല ജില്ലകളിൽ നിന്നുള്ള നേതാക്കന്മാർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. CPM-ന്റെ സമ്മേളനമൊക്കെ വരുമ്പോൾ പറയുന്നതാണ്, ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ മാത്രം സംസാരിക്കണം. അല്ലാതെ മാഷ് ആയതുകൊണ്ട് കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കരുത്. വ്യക്തമായ രീതിയിൽ അവർക്ക് എന്താണോ മനസ്സിലാവുന്നത് അങ്ങനെ വളരെ ലഘുവായ ഒരു മലയാള ഭാഷയിൽ സംസാരിക്കണമെന്ന് പല പ്രാവശ്യം CPM-ലെ നേതാക്കൾ, പല ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ പറഞ്ഞിട്ടും ഗോവിന്ദൻ മാഷ് കേട്ടില്ല. പിണറായി വിജയനാണെങ്കിൽ അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം ഇത് മറന്നുകൊണ്ടുള്ള ഒരു കളിയും പിണറായി വിജയനില്ല. അതോടുകൂടിയാണ് ജനങ്ങൾ തന്നെ ഈ രണ്ടുപേരും ഇനി പാർട്ടി ഓഫീസിനകത്ത് തന്നെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനം ജനങ്ങൾ എടുത്തത്. ഇപ്പോഴിതാ പിണറായി വിജയനെയും ഗോവിന്ദന്റെയും രോമത്തിൽ പോലും തൊടാതെ, അവരെ ഒന്നും വേദനിപ്പിക്കാതെ, അവരല്ല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം, പ്രവർത്തകരാണ് കാരണമെന്ന് വരുത്തി തീർക്കാൻ ഇതാ ഒരു ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ ഒരു കൂട്ട അടിയാണ് നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷം പിണറായി വിജയനെ കണ്ടാൽ തല കുനിച്ച് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു കസേരയുടെ അടിയിലോ അല്ലെങ്കിൽ മേശയുടെ അടിയിലോ പോയി ഒളിച്ചിരിക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ പിണറായി വിജയന്റെ നെറ്റിക്ക് നേരെ അല്ലെങ്കിൽ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ്. നിങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഇത്രത്തോളം തകർത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രത്തോളം തോൽവി പാർട്ടിക്ക് നൽകിയത് നിങ്ങൾ ഒരാൾ കാരണമാണ് എന്ന് പ്രവർത്തകർ തന്നെ ഇപ്പോൾ പറയുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ കടുത്ത അമർഷവും രൂക്ഷ വിമർശനവുമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. നേതൃത്വത്തിന്റെ വ്യക്തിപരവും നയപരവുമായ വീഴ്ചകളെ തികച്ചും മയപ്പെടുത്തി അവതരിപ്പിച്ച ഈ റിപ്പോർട്ടുമായി തങ്ങൾക്ക് കീഴ്ഘടകങ്ങളെ ഫേസ് ചെയ്യാനാകില്ല എന്ന റിപ്പോർട്ടിൽ അടിയന്തര തിരുത്തലുകൾ വേണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുയർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പ്രധാന കാരണം ഭൂരിപക്ഷ വർഗീയതയോട് സ്വീകരിച്ച മൃദു സമീപനവും സംഘടനാ തരത്തിലുണ്ടായ ഗുരുതര വീഴ്ചകളുമാണെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇതിനു പുറമെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണം നേതൃത്വത്തിന്റെ പെരുമാറ്റവും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സംഘടനാ നേതാക്കളുടെ ശരീരഭാഷയും വാവിട്ട വാക്കുകളും തിരിച്ചടിയുടെ ആക്കം കൂട്ടിയെന്ന് യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നിരിക്കുകയാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സകൾ കൊണ്ട് മാത്രം പാർട്ടിയുടെ നിലവിലത്തെ പ്രതിസന്ധി മറികടക്കാനാകില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വലിയ തോതിൽ പാർട്ടിക്ക് നഷ്ടപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം CPM നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ മാത്രമാണോ അതോ വർഗീയതയോട് പാർട്ടി നേതാക്കൾ സ്വീകരിച്ച അഴകൊമ്പൻ സമീപനം കാരണമാണോ എന്ന് ഗൗരവമായാണ് ചർച്ച ചെയ്യുന്നത്. വെള്ളാപ്പള്ളിയോടുള്ള സമീപനം തെറ്റായിരുന്നുവെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലെ പരാമർശം കൂടുതൽ കടുപ്പിക്കണമെന്നും പാർട്ടിയുടെ വർഗീയ വിരുദ്ധ നിലപാടുകൾ കൂടുതൽ കർശനമാക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നുവന്ന പ്രധാന ആവശ്യം. പാർട്ടിയുടെ ഉറച്ച കോട്ടയായ കണ്ണൂരിലുണ്ടായ വൻ തോൽവി സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയിൽ ചില കുറ്റസമ്മതങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച വേളയിൽ ഈ യാഥാർത്ഥ്യബോധം അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന രൂക്ഷമായ മറു ചോദ്യമാണ് പാർട്ടിയിലെ ഒരു ഭാഗം നേതാക്കൾ അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിലെ ഈ ചൂടേറിയ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം സംസ്ഥാന കമ്മിറ്റി MV ഗോവിന്ദൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് പാർട്ടി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. യോഗത്തിൽ ഉയർന്നുവന്ന രൂക്ഷ വിമർശനങ്ങളും പൊതുവികാരവും അദ്ദേഹം അതേപടി മാധ്യമങ്ങളോട് തുറന്നു പറയുമോ അതോ പതിവ് പോലെ ഒഴിഞ്ഞു മാറുമോ അതോ കടിച്ചാ പൊട്ടാത്ത എന്തെങ്കിലും വാക്ക്, അതായത് ആഗോള സ്പന്ദനത്തിന്റെ മൂർധാവിൽ നിൽക്കുമ്പോൾ അത് ആഗോള സ്പന്ദനത്തിന്റെ ഓസോൺ പാളികളിൽ വിള്ളൽ വീണത് കൊണ്ടാണ് പാർട്ടി തോൽക്കാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയതെന്നും അത് ഇടകീറി പരിശോധിക്കാൻ കമ്മീഷനെയൊക്കെ വയ്ക്കുമെന്നൊക്കെയുള്ള ഒരു സാധാരണഗതിയിലുള്ള ഒരു വാക്കായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസാരമായിരിക്കുമോ എന്ന് ഗോവിന്ദൻ മാഷിന്റെ വായിൽ നിന്ന് വരുന്നതെന്ന് കാതോർത്തിരിക്കുകയാണ് CPM-ലെ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും.